നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ കഥയാണ്. അത് ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ നടത്തിയ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കഥയാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലാൽ ഒന്നാണ് പുരാതന ഗ്രീസിനെ വിശേഷിപ്പിക്കുന്നത്. ജനാധിപത്യ ജനപങ്കാളിത്തമുള്ള ഭരണസമ്പ്രദായം വ്യക്തമായ രൂപത്തിൽ ആദ്യം നിലവിൽ വന്നത് ഗ്രീസിലാണ്. ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പത്തെ ഗ്രീസ് കൊച്ചു നഗരരാഷ്ട്രങ്ങളായിരുന്നു. ഒടുവിൽ ഒരു നഗരം ചുറ്റിലും കൃഷിയിടം നഗരത്തെ ചുറ്റിപ്പറ്റിയുമായിരുന്നു ജനങ്ങളുടെ ജീവിതം. നഗരത്തിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ ധനവാന്മാരായ ചില പൗരന്മാരായിരുന്നു, രാജാക്കന്മാരായിരുന്നില്ല. ഇന്നത്തെ ഇവരെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുക. പക്ഷേ സ്ത്രീകൾക്കും അവിടുത്തെ അടിമകൾക്കും വോട്ടവകാശമുണ്ടായിരുന്നില്ല. നഗരത്തിലെ വോട്ടവകാശമുള്ള ആളുകളെല്ലാം ഒരിടത്ത് സമ്മേളിച്ച് നഗരപിതാക്കന്മാരെ വോട്ടെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഓരോ നഗരത്തിലും വോട്ടവകാശമുള്ള 300-400 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ എല്ലാവരെയും ഒരിടത്ത് വിളിച്ചുകൂട്ടി വോട്ടെടുപ്പ് നടത്തുക സാധ്യമായിരുന്നു. പൂർണ്ണമായും സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായിരുന്നു ഓരോ നഗരരാഷ്ട്രവും. അവർ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ രാജ്യമാക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ചിലപ്പോൾ നഗരരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാറുമുണ്ടായിരുന്നു. അതേസമയം പുറം രാജ്യങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പരസ്പരമുള്ള ശത്രുത, അതായത് വൈരാഗ്യം മാറ്റിവെച്ച് ഒന്നിച്ച് ശത്രുവിനെതിരെ പോരാടുവാനും ഈ നഗരരാഷ്ട്രങ്ങൾ തയ്യാറായി. പൊതുവായ ഭാഷയും സംസ്കാരവും മതവും ഉണ്ടായിരുന്ന നഗരരാഷ്ട്രങ്ങൾ ചിലപ്പോഴൊക്കെ ഒരുമിച്ച് കായിക മത്സരങ്ങൾ നടത്തിയിരുന്നു. ഒളിമ്പിയ എന്ന സ്ഥലത്ത് നടന്നുവന്ന അത്തരം കായിക മാമാങ്കങ്ങളാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പ്രാചീന രൂപം. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ ആദിമ രൂപമെന്ന് പറയാവുന്ന ഗ്രീസിലെ നഗരരാഷ്ട്ര സംവിധാനം അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം വരെ തുടർന്നു. അദ്ദേഹം നഗരരാഷ്ട്രങ്ങളെ ഒരു ഏകരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ചരടിൽ കോർത്തിണക്കി ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ തുനിഞ്ഞിറങ്ങി. അതോടെ ഗ്രീസിലെ നഗരരാഷ്ട്ര സംവിധാനം തകർന്നു. ഇത് ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെപ്പറ്റിയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ കഥയാണ്. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.